ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മറ്റ് യൂട്യൂബേഴ്സിനെ പോലെ എനിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഒത്തിരി സബ്സ്ക്രൈബേഴ്സുള്ള ചാനലൊന്നും അല്ല കേട്ടോ എൻ്റേത്. എന്നാലും ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിലെടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നമ്മൾ ആയിരുന്ന ഓരോ സിറ്റുവേഷൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കൗതുകം തോന്നും. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള ഒന്നാണ്. ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഞങ്ങൾ UK സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തൊരു സുഖമാണല്ലേ, ഫുൾ ടൈം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാമല്ലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ. ഇവിടെ ചൈൽഡ് കെയർ എന്ന് പറയുന്നത് ഒരല്പം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവ് ആയതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഒരിക്കലെങ്കിലും നമ്മൾക്ക് തോന്നും നമ്മുടെ അമ്മയോ പപ്പായോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കൈമാറിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ലാളിക്കാനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ പിന്നെ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ 10ഉം 12ഉം പ്രസവിച്ചിട്ട് എങ്ങനെയാണ് വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളെ എല്ലാം നോക്കിയിരുന്നതെന്ന് പലരെങ്കിലും വിമർശനവുമായി എത്തിയേക്കാട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെയും വീടും ഒക്കെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് സ്വന്തം അമ്മയും അച്ഛനും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിട്ടും പരാതികളും പരിഭവങ്ങളും തീരാത്ത ചില സ്ത്രീകളെ ഉദ്ദേശിച്ചും കൂടിയാണ്. പല കാര്യങ്ങളിലും അവർ വളരെ മാനസിക സംഘർഷവും സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും വിദേശ വനിതകൾ അവരെക്കാളും ഒട്ടും ബെറ്റർ അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ആരോടും വിരോധമുള്ളതുകൊണ്ടോ എനിക്ക് നേരിട്ട് അങ്ങനെ ആരെ അറിയാം എന്നുള്ളതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ജനറലായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരഭിപ്രായം പറഞ്ഞെന്ന് മാത്രം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കാരണം എൻ്റെ മൂത്ത മകൾ ആയിരുന്നപ്പോഴും ഞാൻ നാട്ടിലായിരുന്നു. നമുക്ക് ചുറ്റും ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് എനിക്ക് കുറച്ചെങ്കിലും കഴിയും. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാൽ കുഞ്ഞുങ്ങളെയും വീടും എല്ലാം നോക്കി ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ട് ആത്മസംതൃപ്തി കണ്ടെത്താൻ സാധിക്കും. നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അങ്ങനെ രാവിലെ ആരംഭിക്കുന്ന എൻ്റെ ജോലികൾ അവസാനിക്കുന്നത് രാത്രിയിൽ ഞാൻ കിടക്കയിലെത്തുമ്പോഴാണ് കേട്ടോ. പക്ഷേ സൂര്യന് ചുറ്റും ഭൂമി ഉരുളുന്നത് പോലെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് കുറച്ച് അധികം സമയം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും ഒരുമിച്ച് സിനിമ കാണാനും വല്ലപ്പോഴും പുറത്ത് പോകാനൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് തീരെ കുഞ്ഞതായതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് കേട്ടോ. 2 കുട്ടികളും കുറച്ച് സ്കൂളിൽ പോകുന്ന സമയമായി കഴിഞ്ഞാൽ അവരെ സ്കൂളിൽ വിട്ടിട്ടുള്ള സമയം നമുക്ക് ഒത്തിരി സമയം ഫ്രീ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ ജോലികളെല്ലാം തീർത്ത് നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാനോ എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ അങ്ങനെയുള്ള സമയങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാവും. ഇവിടെ UK ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് വെയിൽ കണ്ട് തുണിയെല്ലാം വെയിലത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഓൾറെഡി ഡ്രയറിൽ കിടന്നിരുന്ന കുറേ തുണികളെല്ലാം ഞാൻ മടക്കി വെച്ചിരുന്നു. എന്നിട്ട് കുറച്ച് തുണികളെല്ലാം പുറത്തെടുത്തിട്ടായിരുന്നു. അപ്പം തന്നെ മഴ വന്നു. പിന്നെ അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും എൻ്റെ മോൾ എഴുന്നേറ്റു. അവളുടെ ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ സമയമാണ് കേട്ടോ ഇത്. ഉച്ചയുറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ പകൽ സമയത്ത് എൻ്റെ കുഞ്ഞു ഒരു വട്ടം മാത്രമാണ് ഉറങ്ങാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെയാണ് ഓരോ കാര്യങ്ങളും വീട്ടിൽ ഞാൻ ചെയ്യാറ്. പിന്നെ എല്ലാ കുഞ്ഞിനെ പോലെയും എൻ്റെ കുഞ്ഞിനുള്ള ഒരു സവിശേഷതയാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഉള്ള കരച്ചിൽ
പിന്നെ ഞാൻ അവളെ എടുത്ത് മടിയിലെടുത്തിട്ട് വേണം കഴിക്കാൻ. അതെല്ലാ അമ്മമാർ നേരിടുന്നൊരു പ്രശ്നമാണല്ലോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ അമ്മ എന്നെ വിളിക്കുമായിരുന്നു. അമ്മ എപ്പോഴും പറയും, എത്ര തവണ വിളിച്ചാലാ നീ ഒന്ന് വരിക എന്ന്. ഇപ്പം ഞാനത് ഓർമ്മിക്കുന്നു. 4-5 പ്രാവശ്യം വിളിച്ചാലും ചിലപ്പോൾ എൻ്റെ മോള് വന്ന് കഴിക്കില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം വിളമ്പി തന്ന് നമ്മളവിടെ വന്നിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അറിയാതെ നമ്മൾ കൊതിച്ചു പോകുന്ന ഓരോ സന്ദർഭങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ എൻ്റെ ഏക ആശ്രയം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോളാണ് കേട്ടോ. കാര്യം അവൾ ചെറുതാണെങ്കിലും അവളുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാനായിട്ടുള്ള ഒരു പക്വതയും ഭാഗമൊക്കെ അവൾക്കായിട്ടോ. 2-3 പ്രാവശ്യം ഒരു കാര്യം പറയേണ്ടി വരുമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളെല്ലാം അവൾ അനുസരിക്കും. പിന്നെ അവളുടെ കുഞ്ഞിനെത്തി അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും അവളെ നോക്കിക്കോളും. UK-യിലാണെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ 2 നേരം കുളിപ്പിക്കും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ നിർബന്ധതയാവുന്നതാണ്. രാവിലത്തെ കുളിപ്പിക്കലെന്ന് പറയുന്നത് എന്നുള്ളത് പതിവ് പോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുറച്ച് സമയം അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കുറച്ച് സമയം എണ്ണയൊക്കെ തേച്ച് കിടത്തി ഒരു ഡീറ്റെയിൽ കുളിയാണ്. വൈകുന്നേരം ഞാൻ കുളിപ്പിക്കാൻ നിർബന്ധിതയാവുന്നതാണ് കേട്ടോ. കാരണം ഭക്ഷണമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും അവളുടെ ദേഹം മുഴുവനും ആകും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് മേൽ കഴുകി എടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാനും അത് ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് 2 നേരം കുളിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, എല്ലാ അമ്മമാരെ പോലെ നമ്മളും വളരെ കുഴപ്പത്തിലാവും. ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആയിരിക്കും. സാധാരണഗതിയിൽ രാവിലെ മാത്രമാണ് കുഞ്ഞ് വളരെ നല്ല മൂഡായിട്ട് ഇരിക്കാറുള്ളത്. ആ സമയത്ത് എന്തെങ്കിലും അല്പം ഭക്ഷണമെല്ലാം കൊടുത്ത് അവളെ ഫീഡ് ചെയ്ത് അവൾക്ക് കുളിപ്പിച്ച് അതിന് ശേഷമാണ് ഉറക്കാറ് ഞാൻ. ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തെല്ലാം മിക്കവാറും വാശിക്കരച്ചിലുകൾ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന് പറയാനായിട്ട് അവർക്കും അറിയില്ല. എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടെ ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോകാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. പിന്നെ മറ്റൊരാശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് പാട്ടുകൾ വളരെ ഇഷ്ടമാണെന്നുള്ളതാണ്. അവൾ ജനിച്ചപ്പോൾ തൊട്ട് ഏത് സമയത്തും ഇങ്ങനെ ഞാൻ പാട്ട് വെച്ച് കൊടുക്കുമായിരുന്നു. അതിന് മുൻപ് അവൾ എൻ്റെ വയറ്റിലുള്ളപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു. ഞാൻ അത്യാവശ്യം പാട്ട് പാടുകയെല്ലാം ചെയ്യുന്നത് കൊണ്ടും എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തായാലും എപ്പോഴും അവൾ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അതൊരു നല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ സഹായിയായിട്ടുള്ള എൻ്റെ മൂത്ത മോളെ ആക്കിയിട്ടാണ് ഞാനെപ്പോഴും കുളിക്കാൻ പോകാറുള്ളത്. സാധാരണഗതിയിൽ 1-2 പാട്ട് തീരുന്നതാണ് എൻ്റെ കുളിയുടെ ദൈർഘ്യം എന്ന് ചുരുക്കം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി തിരക്ക് മൂലം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കുന്നത് ഇപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കുഞ്ഞ് മുട്ടുകുത്തി നടക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവൾ കമിഴ്ന്നിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. ജോലി തിരക്ക് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരുപാട് ഭാരമേറിയ പണിയുണ്ട് എന്നുള്ളതല്ല കേട്ടോ. ഈ ചെറിയ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് സമയം കളയുക, സമയം പോവുക എന്നുള്ളതാണ് വലിയ കാര്യം. നമ്മൾ ഉറക്കിയാലും അവരുറങ്ങില്ല, ഒരുപാട് നേരം ഫീഡ് ചെയ്താലും അവരുറങ്ങില്ല. അവരൊരു തരത്തിലും സെറ്റിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഇതുപോലെ തണുപ്പുള്ള ഒരു രാജ്യത്ത്. അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചില ചലഞ്ചസ്. ഞാൻ പറഞ്ഞു വന്നത് ബേബി സിറ്റിങ്ങിനെ പറ്റിയാണ്, സമയം ചിലവഴിക്കുന്നതിനെ പറ്റിയാണ്. എനിവേ, എന്തായാലും ഇത്രയും കാലം വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാനത് മാനേജ് ചെയ്തു. പക്ഷേ അത് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കും. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇതെല്ലാമാണ് കേട്ടോ. രാവിലെ തുടങ്ങി രാത്രി തീരുന്ന ഓരോരോ കൊച്ചു കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇൻഫർമേറ്റീവായിട്ടോ അല്ലെങ്കിൽ വളരെ അഡ്വൈസബിളായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല എൻ്റേത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ. പക്ഷേ എങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി, ആത്മസന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ UK-യിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള അമ്മമാരാണെങ്കിൽ കുറേയൊക്കെ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഉറങ്ങാൻ പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ശുഭരാത്രി. That is a day in my life.